ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജ് ബിരിയാണി ആൻഡ് ചിക്കൻ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റും നല്ല മണമുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് സാജീരകമാണ്. സാജീരകം ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് റിഫൈൻഡ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് മലക്കറി നോക്കാം. ആദ്യം ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഉരുളക്കിഴങ്ങ്, ചേന, സവാള, കത്തിരിക്ക, ക്യാരറ്റ്, തക്കാളി, കോളിഫ്ലവർ, ബീൻസ്. അപ്പം ഞാൻ സവാള മാത്രമാണ് കടായിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നല്ല വഴറ്റിയെടുക്കണം. ഞാൻ ഇതിലേക്കോട്ട് ആഡ് ചെയ്തേക്കുന്നത് 10 പച്ചമുളക് അരച്ചെടുത്തതാണ്. ഇച്ചിരി വഴറ്റിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന എല്ലാ മലക്കറിയും ഇതിലേക്കോട്ട് തട്ടിക്കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്കോട്ട് കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത് കുറച്ച് നേരം അടച്ച് വേവിക്കണം കേട്ടോ. നല്ല വെന്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് ഗ്രീൻ പീസും കൂടെ ആഡ് ചെയ്ത് നല്ല മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് റൈസിൻ്റെ കാര്യം നോക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തേക്കുന്ന ഈ പാത്രത്തിൽ 2 പാത്രം അളവിൽ വെള്ളമാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്കോട്ട് പട്ട, ഗ്രാമ്പൂ, തക്കോലം എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ലോണം വേവിച്ചെടുക്കാം. അരി വെന്തതിന് ശേഷം നമുക്ക് ദം ചെയ്യണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ മസാല ഉണ്ടാക്കി വെച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഏകദേശം എനിക്ക് 3 ലെയർ മസാല വെക്കാനും 4 ലെയർ റൈസ് വെക്കാനും പറ്റിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് കുറച്ച് പൊരിച്ച സവാളയും കാഷ്യൂ നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി നമുക്ക് ഇതിലേക്കോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. ഇനി നമ്മൾ കുറച്ച് പെരുംജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രമ്പയിലയും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വെക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടോ നല്ലോണം മൂത്ത് വരുന്നത്. നമുക്കെല്ലാം പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മളുടെ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ആണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു ഫ്രൈ ആണ്. ഓക്കെ, ആ സമയം കൊണ്ട് നമ്മളുടെ ദമ്മിൽ വെച്ചിരുന്ന ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതേ നമ്മളുടെ വെജ് ബിരിയാണി ആൻഡ് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല മണവും ഉണ്ടായിരുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എല്ലാവരുടെയും മസ്റ്റ് ട്രൈ ആണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം.